ഏതെങ്കിലും സവർണൻ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ പിണറായി എഴുന്നള്ളി വഴിയും അവിടെ. ഇപ്പൊ അദ്ദേഹത്തിന്റെ പൊടി പോലും അവിടെ കാണാനില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം ദേശത്ത് നടന്ന സംഭവവികാസങ്ങളാ. കാരണം ഏറ്റവും കൂടുതൽ വർഗീയ വിഭജനം കാണിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഒരളവിൽ കോൺഗ്രസ്സുകാരെ നാം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ വളരെ സമരങ്ങൾ നടത്തി വരികയാണ്. അതിന്റെ ചിത്രങ്ങൾ നാം കാണുന്നുണ്ടല്ലോ. പക്ഷേ അത് പോരാ. അവരെ തേടിപ്പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ മാത്രം പോരാ, പരസ്യ വിചാരണയ്ക്ക് വിധേയരാക്കണം. ഇവിടുത്തെ ദലിത് നേതാക്കന്മാർ ഉണർന്ന് അവരെ അടിക്കുന്നതിൽ തെറ്റില്ല, അവരെ അടിച്ച് ചമ്മന്തിയാക്കേണ്ടതാ. ഈ പ്രാകൃതരായ മനുഷ്യർ, നാണം കെട്ട വർഗം, ഇവരെങ്ങനെ സവർണരായി? അല്പം നിറം കൊണ്ടോ? ഈ നമ്പിയന്മാരെന്ന് പറയുന്നതൊക്കെ 1% പോലും കേരളത്തിലില്ല. 20% ദലിതർ കേരളത്തിലുണ്ട്. ഞങ്ങൾ ഓരോ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി മുങ്ങിപ്പോകാനുള്ളൂ ഈ ജാതിയൊക്കെ. അവർ വലിയ സവർണരാണത്രേ. കൂടിയ ഇനം നൂലെ കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അവരൊക്കെ. ഇന്ന് കേരളത്തിലെ മന്ത്രിസഭയിൽ 10 പേര് നായന്മാരാ. മൊത്തം ജനസംഖ്യയിൽ 10% ആളുകൾ നായന്മാരാ. അവർ ഈ ഭരണവർഗമായി തീർന്നിരിക്കുകയാണ്. അവരിതിന് ഒത്താശ പാടുകയാണ്. എന്താണ് നമ്മുടെ സ്ഥിതി? ഈ പുരോഗമനം വാദം പറയുന്നവർ, സാഹിത്യകാരന്മാർ, സാമുദായിക പ്രവർത്തകന്മാർ, അവരൊന്നും അക്ഷരം മിണ്ടുന്നില്ല. NSSന്റെ നേതാവുണ്ട്, SNDPയുടെ നേതാവുണ്ട്, പോരാഞ്ഞിട്ട് KPMSന്റെ മറ്റു നേതാക്കന്മാരുണ്ട്. അവരൊന്നും കാര്യമായി ചലിക്കാതിരിക്കുകയാണ്. എന്താ കാരണം? ഒരു സാധാരണക്കാരായ ആളുകൾ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി 22 വയസ്സുകാരനുണ്ടായ ദുർഗതി ആണിതെന്ന് കൊണ്ട് ഇവർ അപലപിക്കാൻ പോലും പലപ്പോഴും തയ്യാറാകുന്നില്ല.